നേരത്തെ 101% അടിമക്കണ്ണ് തന്നെയായിരുന്നു. ഞാനത് മുഖത്ത് നോക്കി അദ്ദേഹത്തിന് പറയുകയും ചെയ്തു, നീ ഇവിടെ അടിമക്കണ്ണാണ്, നീ ഇവിടെ അഖിലിൻ്റെ ചന്തി താങ്ങി നിൽക്കുകയാണെന്നൊക്കെ പച്ചയ്ക്ക് എന്നെ പറയുകയും ചെയ്തു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം നിങ്ങൾ വന്നിട്ട് ഞാനിവിടെ എന്തെങ്കിലും കാണിച്ചാൽ പറയും നിങ്ങൾ വന്നതിൻ്റെ മാറ്റങ്ങളും അതുമാണെന്ന് പറയും. അത് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ പോയതിന് ശേഷം ഞാനിവിടെ പ്രവർത്തിച്ചു തുടങ്ങും എന്നൊരു വാക്ക് അവൻ എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിപ്പം കാര്യങ്ങൾ ബോധ്യമായി എന്തൊക്കെയാണെന്ന്. ഇപ്പം ഓൾറെഡി അഖിലിൻ്റെയും നമ്മുടെ ശിവചേട്ടൻ്റെയും കൂടെ അവരുടെ ഗ്യാങ്ങിൽപ്പെട്ട് നിന്നായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി ആ ഒരു ഗെയിമിലേക്ക് ഇദ്ദേഹം കൊണ്ടുവരാത്തത് കൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ വാഴ എന്ന പേരിൽ അറിയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ വായ്ക്കുള്ളിലെ നേന്ത്രപ്പഴമാണെന്ന് പറയുന്നത്. ഇപ്പോൾ അസഭ്യ വാക്കുകൾ വരുന്നത് അങ്ങനെ അതൊക്കെ പേടിച്ചിട്ടാണെങ്കിൽ പിന്നെ പുള്ളി ഷോയിൽ വരാൻ പാടില്ലായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു നേച്ചറായിരുന്നെങ്കിൽ വെറുതെ ഷോയിൽ തീറ്റയും കൊടുത്ത് കട്ടിലിൽ കൊണ്ട് കിടത്താനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഷോയിൽ അദ്ദേഹം വന്നത്? ഒരാളുടെ ചാൻസ് കളയുകയല്ലേ ചെയ്തത്. കടപ്പുറത്തെ പിള്ളേർ നോക്കിക്കോളും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും അവരൊക്കെ ശരിയുടെ ഭാഗത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. അല്ലാതെ അനിയൻ മിഥുൻ അവിടെ ചെന്ന് ഒന്നും ചെയ്തില്ലെങ്കിൽ വോട്ട് കൊടുക്കാൻ മാത്രം ഇതല്ല ഈ മത്സ്യത്തൊഴിലാളികൾ. അവർ വളരെ ഹൃദയവിശാലരും ബ്രില്യൻസുമായിട്ടുള്ള ആൾക്കാരാണ്. അവർ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു സാധനം കൊടുത്ത് കടലിൽ പോയി ഏത് മീനാണ് പിടിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നെത്തോലിയ ചാള എന്തോ ഒരു മീനാണ് പിടിച്ചതെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ട് കരയ്ക്കിരുന്നായിരിക്കും പിടിച്ചതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, അയലമത്തി ചൂരക്കാരി കണവ കിളിമി കൂരി കരിമി വറ്റവാള് ബ്രാലു പോലെ ഐക്കൂറ നെത്തോലി ഇതിൽ ഏത് മീനാടാ നീ ശരിക്കും പിടിച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് സാധനമുണ്ട്. ഏറ്റവും കൂടുതൽ PR വർക്കിൻ്റെ തല പോയുന്ന വർഷം ഈ വർഷമാണ്. ഈ വാഴകളായാലും വാഴകൾ എങ്ങനെ നമുക്കൊരു തേക്കും തടിയായിട്ട് മാറ്റാം, ഇതാണ് അവരുടെ ചിന്തകൾ. എന്നിട്ട് തേക്കും തടിക്ക് വേണ്ടിയിട്ട് ചിന്തിക്കണം. അപ്പോൾ പണിയെടുക്കുന്ന മൊത്തം ഇപ്പോൾ പുറത്തുള്ളവരാണ്. അതാണ് PR വർക്ക് ഇപ്പോൾ ഒരു ഹരമായിട്ട്, അതൊരു ഹരമാണ് ഈ പണിയെടുക്കുന്നത്. അങ്ങനെ PR വർക്ക്സ് പുറത്ത് അതാണ് ഇത്രയും കൂടുതലുള്ള കാര്യം. കാരണം നേരെ മറിച്ച് അകത്ത് ഈ വാഴകളുടെ ഉറക്കവും കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞ് നേരെ പണിയെടുക്കുകയാണെങ്കിൽ പുറത്ത് ഒരിക്കലും ഇത്ര വലിയ PR വർക്ക് നടത്തേണ്ട ആവശ്യമില്ല. അന്ന് നമുക്ക് സംസാരിക്കാൻ ഒരവസരം തന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ അതിന് ഔട്ടാവില്ല എന്നുള്ളതാണ് വേറെ സംഭവം. അത് അവർക്കും അറിയാം. എനിക്ക് വാതുറക്കാനുള്ള അവസരം തന്നിരുന്നെങ്കിൽ അതിനെ പറഞ്ഞ് രീതിയാക്കി അവിടെ എനിക്ക് ഇരിക്കാനറിയാം. എനിക്ക് ആ വാതുറക്കാനുള്ള അവസരം തരാത്തതാണ് അവരുടെ ഗെയിം. എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, എക്സ്പെഷ്യലി ഈ ഒരു സീസണിൽ ഫിനാലയിൽ ഉണ്ടാകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ DFK എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നൊരു പേരാണ്. കാരണം അതിനകത്ത് മറ്റൊരു സാധനം കൂടെ D ഫോർ ഡേഞ്ചറസ്. ഞാൻ ആദ്യം ചെയ്ത എൻ്റെ ഒരു വഴിത്തിരിവായ പ്രോഗ്രാം ഡേഞ്ചറസ് ബോയ്സ്, അതിൻ്റെയാണ് D. പിന്നെ ആ പ്രോഗ്രാമിൽ നിന്നത് ഒരു ഡേഞ്ചറസ് ആയതുകൊണ്ട് അങ്ങനെ D. ഫിറോസ് ഖാൻ FK ഫിറോസ് ഖാൻ്റെ സംഭവം അത് എനിക്ക് വളരെ അത് പറയുമ്പോൾ സുഖം. DFK നല്ല രസമുണ്ട് കേൾക്കാൻ. ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ DFK എന്ന സീസണിലാണല്ലോ ആദ്യമായിട്ട് ചലഞ്ചേഴ്സിനെ എത്തിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ പിടിച്ചു പറ്റിയ ആളുകളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സീസൺ 5 മലയാളത്തിൽ അത് കാണുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഈ സീസൺ അത്രമാത്രം റേറ്റിംഗിൽ താഴേക്ക് പോയത് കൊണ്ടാണ് പ്രേക്ഷക പിന്തുണ ഏറ്റവും കൂടുതലുള്ള ചലഞ്ചേഴ്സിനെ എത്തിച്ചതെന്ന്. അപ്പോൾ അതിനോട് ഫിറോസിക്ക് യോജിപ്പുണ്ടോ? ഉറപ്പായിട്ട് യോജിപ്പുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സീസൺ അതായത് ശക്തമായൊരു സീസണിലാണെങ്കിൽ ഒരാളെ അകത്ത് കയറ്റി വിടേണ്ട ആവശ്യമില്ല. അപ്പം തേർഡ് സീസണിൽ ഇപ്പോൾ എനിക്കറിയാവുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ സീസണെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ മതിയല്ലേ. നമ്മുടെ സീസണിൽ അത്രയും റേറ്റിംഗ് ഉണ്ടായതുകൊണ്ട് ലാലേട്ടൻ പോലും ഒരു വിഷുവായിട്ട് പോലും അകത്ത് വന്നില്ല. മനസ്സിലായി, ഒരാളും എക്സ്ട്രാ അകത്ത് വന്നില്ല. ഏറ്റവും കുറച്ച് ഗെയിമുകൾ തന്ന സീസണും അതായിരുന്നു. കാരണം ഗെയിം ഇല്ലാതെ തന്നെ അവിടെ കണ്ടന്റുകൾ ഒരുപാടുണ്ടായിരുന്നു. മനസ്സിലായി. പക്ഷേ ഈ സീസണിലാണ് ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ വന്നു. ഒരുവിധം എല്ലാ ചലഞ്ചേഴ്സിനെയും അവിടെ കൊണ്ടുവന്നു. ഒരിക്കലും 4 ചലഞ്ചേഴ്സ് ഒന്നും ഒരിക്കലും വരില്ല. അപ്പോൾ ഇത്രയും പരീക്ഷണങ്ങൾ അവിടെ നടത്തുന്നു പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ കഴിവുകേട് തന്നെയാണത്. അത് ഏറ്റവും വലിയ കഴിവുകേട് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും ഇനിയും ബോധ്യമായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ? അവർ മനസ്സിലാക്കി, നേരത്തെയുള്ള സീസണൊക്കെ കണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഇൻപുട്ട് ചെയ്യുകയാണ്. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ നേരത്തെ സീസണും കണ്ടാൽ മതിയല്ലേ. ചിലർ പറയുമ്പോൾ ഞാൻ ചെന്ന് വെച്ചാൽ പറഞ്ഞ് ഇടിയുടെ കാര്യം പറഞ്ഞു, എല്ലാവർക്കും ഇടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവരുടെയൊക്കെ മനസ്സിൽ എല്ലാവരും ഇടിയും കൂടുമ്പോഴാണ് ഒരു ഇതെന്നാണ് വിചാരിക്കുന്നത്. ഒരു കുടുംബം അവിടെ പ്രണയം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, എല്ലാ സാധനങ്ങളും കൂടെ വരുമ്പോഴാണ് അവിടെ രസം. അല്ലാതെ എല്ലാവരും അങ്ങ് വില്ലൻ കളിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരും അങ്ങ് നായകന്മാർ കളിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് ഈ കാണാൻ ഒരു സുഖമില്ലാത്തത്. അതുപോലെ തന്നെ സീസൺ 5 വിഷ്ണു എന്ന മത്സരാർത്ഥി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ്, വളരെ ബ്രില്യൻ ഗെയിമറാണ്. പക്ഷേ ഈ ഒരു 50 ദിവസം വരെയും അദ്ദേഹത്തിന് പുറത്തുള്ളൊരു വിലയിരുത്തൽ അഖിൽമാരുടെ അടിമക്കണ്ണെന്നൊരു ലേബൽ, ആ ഒരു പേരാണ് അദ്ദേഹത്തിന് പ്രേക്ഷകർ ചാർത്തി കൊടുത്തിരുന്നത്. പിന്നീട് ഒമലുലുവിൻ്റെ ഒരു വരവോടുകൂടി അദ്ദേഹം പോകുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, നീ അഖിൽമാരാറിൽ നിന്ന് മാറി കളിക്കണം, ഒറ്റയ്ക്ക് കളിക്കണം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഗെയിമിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും പഴയ പോലെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്.
അപ്പോൾ ഈ വിഷ്ണു ജോഷിനെ പറ്റി ഫിറോസിക്ക് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നല്ല ഒരു ശക്തനായ കണ്ടസ്റ്റൻ്റാണ് അദ്ദേഹം. പക്ഷേ ഇപ്പം അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ എവിടെയോ തെറ്റിദ്ധാരണകൾ കയറിയിട്ട് ഒരുറക്കം, ഞാൻ ചെന്നപ്പോൾ ഒരു ഉറക്കത്തിൻ്റെ മട്ടിലാണ്. ഒരുറക്കം ഞാൻ തന്നെ അവരോട് ചോദിക്കുകയും ചെയ്തു, നീ ഉറങ്ങുകയാണല്ലോ എന്നിപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുകയൊക്കെ ചെയ്തതാണ് ഇൻഡയറക്റ്റായിട്ട്. അപ്പോൾ അവന് മനസ്സിലായിക്കാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ പലതവണയായിട്ട് പല ഹിൻറ്റുകളും കൊടുത്തിട്ട് അവൻ്റെ ഇപ്പോഴത്തെ ഉറക്കത്തെക്കുറിച്ച് ഞാൻ എടുത്ത് കാണിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിപ്പം കാര്യങ്ങൾ ബോധ്യമായി എന്തൊക്കെയാണെന്ന്. അപ്പം ഓൾറെഡി അഖിലിൻ്റെയും നമ്മുടെ ശിവചേട്ടൻ്റെയും കൂടെ അവരുടെ ഗ്യാങ്ങിൽപ്പെട്ട് നിന്നായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി അവന് കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി തുടങ്ങി. അവൻ ഒറ്റയ്ക്ക് ഇവരൊക്കെ മാക്സിമം ഇവനെ ആ കൂട്ടത്തിലേക്ക് കൂട്ടാൻ വരുന്നെങ്കിൽ ഇവ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം നിങ്ങൾ വന്നിട്ട് ഞാനിവിടെ എന്തെങ്കിലും കാണിച്ചാൽ പറയും നിങ്ങൾ വന്നതിൻ്റെ മാറ്റങ്ങളും അതുമാണെന്ന് പറയും. അത് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ പോയതിന് ശേഷം ഞാനിവിടെ പ്രവർത്തിച്ചു തുടങ്ങും എന്നൊരു വാക്ക് അവൻ എനിക്ക് തന്നിട്ടുണ്ട്. അത് പ്രവർത്തിച്ചാൽ അവനും കൊള്ളാം. ഫിറോസിക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അദ്ദേഹം അഖിൽമാരുടെ അടിമക്കണ്ണാണെന്ന് തോന്നിയിട്ടുണ്ടോ? 100% തോന്നിയിട്ടുണ്ട്. ഞാൻ അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. നേരത്തെ 101% അടിമക്കണ്ണ് തന്നെയായിരുന്നു. ഞാനത് മുഖത്ത് നോക്കി അദ്ദേഹത്തിന് പറയുകയും ചെയ്തു, നീ ഇവിടെ അടിമക്കണ്ണാണ്, നീ ഇവിടെ അഖിലിൻ്റെ ചന്തി താങ്ങി നിൽക്കുകയാണെന്നൊക്കെ പച്ചയ്ക്ക് എന്നെ പറയുകയും ചെയ്തു. അപ്പോൾ അതിപ്പോൾ ഓൾറെഡി മാറി. ഇനി അത് വേറെ തലത്തിലേക്ക് പോകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പോയാൽ അവർക്ക് നല്ലത്, ഷോയ്ക്ക് നല്ലത്, കാണുന്ന അമ്മക്കൊരു സുഖം. റിനോഷ് എന്ന കണ്ടസ്റ്റന്റിനെ എങ്ങനെ വിലയിരുത്തുന്നത്? കാരണം അദ്ദേഹം ഒരു നന്മമരം വാഴ ഇമേജിൽ കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. ഒട്ടും ഡിസേർവിങ് അല്ലെന്ന് പറയുന്നുണ്ടല്ലോ. അദ്ദേഹം അവിടെ എന്ത് ചെയ്തിട്ടാണ്, എന്ത് കാട്ടിക്കൂട്ടിയിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദ്യം വരുന്നുണ്ട്. ഇതുപോലുള്ള മത്സരാർത്ഥികൾ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് വരുന്നത്? അപ്പോൾ ഈ റിനോഷ് എന്ന മത്സരാർത്ഥിയെ ഫിറോസിക്ക് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ആക്ച്വലി റിനോഷ് എന്ന കണ്ടസ്റ്റൻറ്റിന് നല്ല ബുദ്ധിയുള്ള നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം നല്ലൊരു ഗെയിമറല്ല. ആക്ച്വലി അദ്ദേഹത്തിന് ഗെയിമിൻ്റെ ഒരു സ്ട്രാറ്റജി മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും മുൻപന്തിയിൽ എത്താൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. കാരണം ഒരുപാട് അറിവുകളുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വേ ഓഫ് ടോക്കിംഗ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സ്റ്റൈലിഷാണ്. അപ്പോൾ പിന്നെ കുറേ ഇഷ്ടം നമുക്ക് തോന്നുന്ന പല ഫാക്റ്റും പുള്ളിക്കുണ്ട്. പക്ഷേ അതൊരു ഗെയിമിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ അതിന് ഒരു പ്രത്യേക ബുദ്ധി വേണം. അപ്പോൾ ആ ഒരു ഗെയിമിലേക്ക് ഇദ്ദേഹം കൊണ്ടുവരാത്തത് കൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ വാഴ എന്ന പേരിൽ അറിയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ വായ്ക്കുള്ളിലെ നേന്ത്രപ്പഴമാണെന്ന് പറയുന്നതും. കാരണം ഈ നേന്ത്രപ്പഴം എൻ്റെ വായ്ക്കുള്ളിൽ നേന്ത്രപ്പഴം ഇരിപ്പുണ്ട്, തുപ്പിക്കളയണമെന്ന് തോന്നുന്നിടത്ത് അദ്ദേഹം നമുക്ക് ഒരു സ്പാർക്ക് തരാൻ പൊട്ടൻഷ്യലുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. പക്ഷേ പ്രേക്ഷകർ പറയുന്നത് അദ്ദേഹം ഇതൊക്കെ അഭിനയിക്കുകയാണ്, ഒരു ഫേക്ക് ഡ്രാമയാണ് അതിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം അദ്ദേഹം 1-2 ഇടങ്ങളിൽ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് വായിൽ വരുന്ന ചില അസഭ്യ വാക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹം അത് പേടിച്ചിട്ടാണ് ഇദ്ദേഹം വാ തുറക്കാതെ ഇങ്ങനെ സോഫയിൽ കിടന്നുകൊണ്ടും സൈലന്റ് ആയിട്ട് ഇരുന്ന് പോകുന്നതെന്ന് പറയുന്നല്ലോ. അപ്പോൾ ഫിറോസിക്ക് എന്താ തോന്നിയിട്ടുള്ളത്? അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ അസഭ്യ വാക്കുകൾ വരുന്നത് അങ്ങനെ അതൊക്കെ പേടിച്ചിട്ടാണെങ്കിൽ പിന്നെ പുള്ളി ഷോയിൽ വരാൻ പാടില്ലായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു നേച്ചർ ആയിരുന്നെങ്കിൽ, വെറുതെ ഷോയിൽ തീറ്റയും കൊടുത്ത് കട്ടിലിൽ കൊണ്ട് കിടത്താനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഷോയിൽ അദ്ദേഹം വന്നത്? ഒരാളുടെ ചാൻസ് കളയല്ലേ ചെയ്തത്. അപ്പോൾ അത് വളരെ മോശമായ അങ്ങനെ ഒരു ചിന്താഗതി പുള്ളിക്ക് ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിനുള്ളൊരു ഉത്തരം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അദ്ദേഹം വന്നത് ഏറ്റവും മോശമായൊരു കാര്യമാണ്. കാരണം ഒരാളുടെ ചാൻസിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വന്നത്. പിന്നെ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്, ഉറങ്ങുന്ന സ്ട്രാറ്റജി. അതെങ്ങനെയാണ്? അതൊരു നല്ല സ്ട്രാറ്റജി ആയിട്ട് ഒരിക്കലും, ബാക്കിയെല്ലാം നമുക്ക് എടുക്കാം. ഇനി അവനൊരു തെറി വിളിച്ചിട്ട് ഇറങ്ങിപ്പോയാലും അതിനൊരു അന്തസ്സാണ്. പക്ഷേ ഇത് എന്തൊരു സ്ട്രാറ്റജിയാണ് ഉറങ്ങിക്കിടക്കുന്നത്, അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അതെ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും കാണുന്ന ഒരാളാണ് അനിയൻ മിഥുൻ എന്ന കണ്ടസ്റ്റന്റ്. അദ്ദേഹവും തുടക്കത്തിൽ വളരെ ആക്റ്റീവായിട്ട് നിന്നൊരു മത്സരാർത്ഥി. ഇദ്ദേഹത്തിന്റെ കൂടെ കൂടി എപ്പോഴും സോഫയിൽ കിടത്തും വളരെ തണുപ്പൻ മട്ടിലുള്ള സമീപനമൊക്കെയാണല്ലോ എടുക്കുന്നത്. അദ്ദേഹം എന്തെങ്കിലും എലിമിനേഷൻ വരുമ്പോൾ എൻ്റെ കടപ്പുറത്തെ പിള്ളേർ നോക്കിക്കോളും, അത്തരത്തിൽ അവർ നോക്കും, അത്തരത്തിലൊക്കെ ചില. അപ്പോൾ ഈ അനിയൻ മിഥുനെ പറ്റി ഇക്കൊക്കെ എന്താണ് പറയാനുള്ളത്? കാരണം ഇക്ക ബിഗ് ബോസ് ഹൗസിലേക്ക് എൻ്റർ ആവുന്ന സമയത്ത് തന്നെ ഇയാളെ ട്രോളിക്കൊണ്ടാണല്ലോ അകത്തോട്ട് കയറുന്നത്, ഈ അനിയൻ മിഥുനെ. അപ്പോൾ ഇക്കയ്ക്ക് അനിയൻ മിഥുനെ പറ്റി എന്താ പറയാനുള്ളത്? ആക്ച്വലി ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുമ്പോൾ ഇയാളെ ട്രോളിക്കൊണ്ടല്ല, ഒരു സത്യം പറഞ്ഞുകൊണ്ടാണ് കയറുന്നത്. അത് വളരെ ആപ്റ്റ് ആയ ഒരു ഇതാണ്. ഞാനൊരു ട്രോളായിട്ട് കണ്ടില്ല, അത് പുറത്ത് ട്രോളായി മാറി എന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഞാൻ വളരെ സത്യസന്ധമായിട്ട് ഇൻഡയറക്റ്റ് വിത്ത് ഡയറക്റ്റായിട്ട് പറഞ്ഞൊരു ഡയലോഗാണ്, നിന്നെ ഇവിടെ കണ്ടിട്ടില്ല എന്നുള്ളത്. ഞാൻ ആക്ച്വലി അവനെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ തോൽവിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള സത്യത്തിൽ അതുപോലും പുള്ളിക്ക് മനസ്സിലായില്ലെന്നുള്ളതാണ്. കാരണം അത് പുള്ളി ഒരു നല്ല മനുഷ്യനാണ്. ഈ പറഞ്ഞ കണക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ്. ഞാൻ പുറത്തുനിന്ന് അദ്ദേഹത്തെ വിളിക്കും ഒക്കെ ശരിയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു ഗെയിമറല്ല.
പിന്നെ കടപ്പുറത്തിൻ്റെ കാര്യം പറയാം. കടപ്പുറത്തെ പിള്ളേർ നോക്കിക്കോളും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ എപ്പിസോഡൊന്നും കണ്ടില്ല, പുള്ളി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു മറുപടി തരാം. ഈ ഒരു സമയത്ത് നമ്മുടെ കേരളക്കരെ ആകെ കൈത്താങ്ങി നിർത്തിയതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജനതയാണ് ഈ കടപ്പുറത്തുള്ളവരെന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം 2018 നടന്ന ഫ്ലഡ് സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയും സല്യൂട്ട് വേണമെങ്കിൽ പോലും സല്യൂട്ട് വരെ ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് ഈ കടപ്പുറത്ത് ഉള്ളവരായിരുന്നു, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളായിരുന്നു. ഈ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് എല്ലാവരെയും സഹായിച്ചത്. അപ്പോൾ അത്രയും ഈ ഒരാളുടെ ആളല്ല. മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്മയുള്ളവരെന്ന് കണക്കാക്കേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ പ്രവൃത്തി ചെയ്തത്. അപ്പോൾ അവർ നല്ലതിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. ഇനി സ്വന്തം സഹോദരനാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മത്സ്യത്തൊഴിലാളികളായി. അപ്പോൾ അവരെയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും അവരൊക്കെ ശരിയുടെ ഭാഗത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. അല്ലാതെ അനിയൻ മിഥുൻ അവിടെ ചെന്ന് ഒന്നും ചെയ്തില്ലെങ്കിൽ വോട്ട് കൊടുക്കാൻ മാത്രം ഇതല്ല ഈ മത്സ്യത്തൊഴിലാളികൾ. അവർ വളരെ ഹൃദയവിശാലരും ബ്രില്യൻസുമായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് നല്ലോണം ആര് ഗെയിം കൊടുക്കുന്നു അവർക്ക് മാത്രമേ വോട്ട് കൊടുക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ബിഗ് ബോസ് ഹൗസിൽ കള്ളം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ അനിയൻ മിഥുൻ്റെ നാടെന്ന് പറയുന്നത് തൃശ്ശൂർ നാട്ടിക എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കളുടെ പ്രതികരണങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇദ്ദേഹം കടലിൽ പോയിട്ടില്ല, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് കടലിൽ പോയിട്ടുള്ളത്, ഈ ഇത്തരത്തിൽ മത്സ്യബന്ധനം നടത്താനും ആ ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇദ്ദേഹം പറയുന്ന നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നാട്ടിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിൽ ഈ മത്സരാർത്ഥികൾക്ക് ഈ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതിപ്പോൾ ഇത്തരം കാരണം ഒന്നാമത്തെ കാര്യം, കള്ളം പെട്ടെന്ന് ഏറ്റവും ആദ്യം പൊളിയുന്നൊരു സാധനം കള്ളമാണ്. കാരണം ഞാൻ 3rd സീസണിൽ പോയപ്പോൾ ഞാൻ അവിടെ എനിക്ക് അത്രയും വലിയൊരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ കാരണം ബാക്കി ഇത്രയും പേർക്കെതിരെ ശക്തമായി നിന്നതുകൊണ്ടാണ്. അത്രയും പേർക്ക് എതിരെ നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കള്ളത്തരത്താൽ മൂടപ്പെട്ട് നിന്നതുകൊണ്ടാണ്. ആ കഥകൾ പൊളിക്കുന്നിടത്തായിരുന്നു എൻ്റെ വിജയം, ഓരോ കഥകൾ. അപ്പോൾ ഇവിടെ ഒരിക്കലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കള്ളം പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. കള്ളം പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ കഴിവുകേടാണത്. എന്നാലും ജനങ്ങൾ മനസ്സിലാക്കിയെടുക്കും. പിന്നെ ഈ കടലിൽ പോയോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയത്തില്ല. അപ്പം നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഒരു പക്ഷേ വിശ്വസിക്കാതിരിക്കാം. പക്ഷേ കടലിൽ പോയത് കൊണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു ബന്ധു തന്നെ പറയുന്ന ഒരു പ്രതികരണം നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ നേരിട്ട് പോയി എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ അച്ഛനാണ് കടലിൽ ഈ മത്സ്യബന്ധനം അത്ര തൊഴിലിൽ ഏർപ്പെട്ടെന്നും അതിൽ പോയെന്നൊക്കെ. അല്ല, ഈ ഒരു ന്യൂസ് ഞാനും അറിയുകയുണ്ടായി, ഞാനും ഇത് അറിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതിന് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു സാധനം കൊടുത്ത് കടലിൽ പോയി ഏത് മീനാണ് പിടിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നെത്തോലിയ ചാള എന്തോ ഒരു മീനാണ് പിടിച്ചതെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ട് കരക്കിരുന്നായിരിക്കും പിടിച്ചതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് അയിലമത്തി ചൂരക്കാരി കണവ കിളിമി കൂരി കരിമി വറ്റവാള് ബ്രാലു വരൽ ഐക്കൂറൊന്ന് എത്തോലി ഇതിലേത് മീനാടാ നീ ശരിക്കും പിടിച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് സാധനമുണ്ട്. അത് ശരിക്കും ഞാൻ ഈ ഒരു ന്യൂസ് ഞാനും അറിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പുള്ളി ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് അങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് ആ ഗെയിം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എത്ര നാൾ പോകും നമുക്ക് കാണാം. മനസ്സിലായ അങ്ങനൊന്നും ഒരു ഗെയിമിനെ കള്ളം കൊണ്ടൊന്നും മറിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യസന്ധമായും ചങ്കൂറ്റത്തോടെ നിന്നാൽ മാത്രമേ ഒരു ഗെയിം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. PR വർക്ക് എക്സ്ട്രീം ലെവലിൽ നടക്കുന്ന ഒരു സീസൺ കൂടിയാണ് ഇതെന്ന് പറയുന്നുണ്ട്. ഇക്കയുടെ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഈ ഒരു സീസണിൽ PR വർക്ക് അത് ശക്തമായിട്ട് ഇപ്പോൾ ലാലേട്ടൻ തന്നെ ചോദിച്ച് ഈ കണ്ടസ്റ്റൻസിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് PR വർക്ക് ഉണ്ടോ. അപ്പോൾ ഈ PR വർക്ക് ചെയ്യുന്നതിനെ പറ്റി എന്താണ് ഫിറോസിക്ക് പറയാനുള്ളത്? ഞങ്ങളുടെ സീസണിൽ അതിനകത്തായിരുന്നു ഗെയിം. കാരണം അതിനകത്ത് കണ്ടൻറ്റുകൾ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പുറത്ത് PR വർക്ക്സ് അധികം ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് അധികം മെനക്കെടേണ്ട ആവശ്യമില്ല. കാരണം അകത്ത് വർക്ക് ഉണ്ടായതുകൊണ്ട് അതിനെ പൊലിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മതി. ഇപ്പം നേരെ ഓപ്പോസിറ്റാണ്. അകത്ത് ഗെയിമില്ല, ഗെയിം മൊത്തം പുറത്താണ്. ഇവർക്ക് ഈ പുറത്തുള്ള ആർമിക്കാർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള PR-കാർക്കും ഒരുപാട് സമയമുണ്ട് അവർക്ക് ചിന്തിച്ച് ഓരോ സാധനങ്ങൾ മത്സരിക്കാനും ക്രിയേറ്റ് ചെയ്യാനും. കാരണം എന്ന് പറഞ്ഞാൽ അകത്ത് കണ്ടന്റ് ഇല്ല. അപ്പോൾ ഇവർ തലപോഞ്ഞ് ആലോചിച്ച് എങ്ങനെ കണ്ടന്റ് ആക്കണം, അത് വർക്ക് കൂടുതൽ പുറത്താണ്. അതുകൊണ്ടാണ് ആൾക്കാരുടെ എണ്ണവും ഇതുമൊക്കെ കൂടുന്നത്, PR വർക്ക്സിൻ്റെ എണ്ണം കൂടുന്നത്. അപ്പോൾ ഇവർ ഒരു മത്സരമായി മാറി. കാരണം അകത്ത് ഗെയിം ഇല്ലാത്തതുകൊണ്ട് അത് അകത്ത് ഗെയിം ഉണ്ടെങ്കിൽ ഇവിടെ മത്സരമില്ല. ഇപ്പോൾ പുറത്തുള്ളവർക്ക് ഒരു ഗെയിം ഹരമായി മാറിയ ഈ വാഴകളായാലും വാഴകളെ എങ്ങനെ നമുക്കൊരു തേക്കും തടിയായിട്ട് മാറ്റാം, ഇതാണ് അവരുടെ ചിന്തകൾ. എന്നിട്ട് തേക്കും തടിക്ക് വേണ്ടിയിട്ട് ചിന്തിക്കണം. അപ്പോൾ പണിയെടുക്കുന്ന മൊത്തം ഇപ്പോൾ പുറത്തുള്ളവരാണ്. അതാണ് PR വർക്ക് ഇപ്പോൾ ഒരു ഹരമായിട്ട്, അതൊരു ഹരമാണ് ഈ പണിയെടുക്കുന്നത്. അങ്ങനെ PR വർക്ക്സ് പുറത്ത് അതാണ് ഇത്രയും കൂടുതലുള്ള കാര്യം. കാരണം നേരെ മറിച്ച് അകത്ത് ഈ വാഴകളുടെ ഉറക്കവും കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞ് നേരെ പണിയെടുക്കുകയാണെങ്കിൽ പുറത്ത് ഒരിക്കലും ഇത്ര വലിയ PR വർക്ക് നടത്തേണ്ട ആവശ്യമില്ല. ഇത്രയും യഥാർത്ഥത്തിൽ ഏറ്റവും ഈ സത്യമാണ് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ PR വർക്കിൻ്റെ തല പോയെന്ന വർഷം ഈ വർഷമാണ്.
അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 5 ശ്രദ്ധിക്കപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് ശോഭ വിശ്വനാഥ്. പക്ഷെ അവർ ഈ സീസണിൽ വന്നിട്ട് ഒരു 1-2 ആഴ്ചയോളം ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലാത്തൊരു മത്സരാർത്ഥി ഇവർ പുറത്തു പോകണം എന്ന് ചിന്തിച്ച ഒരാളാണ്. പിന്നീടാണ് അഖിൽമാരാരുമായി ചേർന്ന ഒരു കോംബോ പുറത്ത് വളരെ രീതിയിൽ സ്വീകാര്യം നേടുന്നതും അത് വർക്കൗട്ട് ആവുന്നു. അതിനുശേഷമാണ് ഇവർക്ക് ഒരു പ്രേക്ഷക പിന്തുണ എന്ന തരത്തിൽ വന്നിട്ടുള്ളത്. പിന്നീട് അതൊക്കെ പൊളിയുകയും ലാലേട്ടൻ വരെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. ഇദ്ദേഹം പിന്നീട് മാരാറെ പുറത്താക്കും, എൻ്റെ പേര് ശോഭ വിശ്വനാഥാണ്, അത്തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്ത് വന്ന് പല പല പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായല്ലോ. അപ്പോൾ ഈ ശോഭ വിശ്വനാഥിനെ ഫിറോസൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, അവരുടെ ഒരു ഗെയിം രീതികൾ? ഇപ്പോൾ ഇത്രയും ഒരു ചർച്ച പുള്ളി ഗെയിം കളിക്കുന്നില്ല എന്നുള്ള ചോദ്യമല്ല ഇപ്പം ചോദിച്ചത്. പുള്ളി കളിച്ച ഗെയിമുകളെ കുറിച്ചുള്ള ചോദ്യമാണ് ചോദിച്ചത്. അവിടെ തന്നെ പുള്ളി വിജയിച്ചു എന്നുള്ളതാണ്. ഒരു ഗെയിമറെ സംബന്ധിച്ച് ഏത് രീതിയിൽ അതിനെ സംസാരിച്ചാലും പുറത്താകുന്നത് വരെയുള്ള ഏത് സംഭാഷണങ്ങളും അവർ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടാലും ആ ഗെയിമർക്കുള്ള ഇതാണ്. അപ്പോൾ ഈ ശോഭ ഇപ്പോൾ എടുത്ത് പറഞ്ഞു തന്നെ ഗെയിമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മറ്റൊരു കണ്ടസ്റ്റൻസിന് പറഞ്ഞാൽ വാഴയെന്നോ നേന്ത്രപ്പഴമൊന്നുമില്ല. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ പുള്ളിയുടെ ഒരു വിജയമാണ്. പുള്ളി നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് ശോഭ എന്ന് പറയുന്നത്. പക്ഷേ അവർ എന്ന് പറയുന്നത് ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരാളിൽ തന്നെ അയാളുടെ വാസത്തിൽ തന്നെ നിന്ന് അയാളുമായി കണ്ടന്റ് ഉണ്ടാക്കി പോയിരുന്നു കുറേ നാൾ. അപ്പോൾ ഇനി മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഗെയിം സ്ട്രാറ്റജി അല്ല അത്. അപ്പം മാറി മറ്റുള്ളവരിലേക്ക് പോയി. കാരണം ഈ 10 ഇത്ര എണ്ണത്തിന് തീറ്റയും കൊടുത്തവിടെ കൊണ്ടിറക്കിയത് ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനല്ല. ഇവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് മൊത്തത്തിലൊരു ക്രിക്കറ്റ് കളി പോലെ ബാറ്റ്മാൻ വേണം, ഫീൽഡർ വേണം, ബൗളർ വേണം, ഇതെല്ലാം കൂടെ ചേർന്നാലേ ഒരു ഷോ നന്നാകത്തുള്ളൂ. എന്നാലും ജനങ്ങൾക്ക് കാണാൻ സുഖം ഉണ്ടാകത്തുള്ളൂ. അല്ല എല്ലാവരും കൂടെ ഒരാളിൽ ചെന്ന് നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരാളിൽ മാത്രം നോക്കുകയാണെങ്കിൽ ആ ഒരാൾ ഇപ്പോൾ അവിടെ ഗോളില്ലാതെ ഗോളടിക്കേണ്ട ഒരിതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്, ഗോളില്ല, ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ് ബോൾ വന്നിട്ട്. കാര്യമില്ല, ഗോളികൾ വരണം. വന്നിട്ട് ഗോളടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ ഒരു സ്പിരിറ്റ് വരുന്നത്. റിയാസ് സലീം ഒരു ഗെയിം ചേഞ്ചർ എന്ന ലേബലിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ റിയാസ് സലീം വരുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പ്രേക്ഷകർക്ക്. പക്ഷേ അദ്ദേഹം അകത്ത് വന്നപ്പോൾ ഒരു തണുപ്പൻ സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഒരു ഘട്ടത്തിൽ പോലും ഫിറോസിക്കയുടെ മുകളിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും ഗെയിം അല്ലെങ്കിൽ അതിനെപ്പറ്റി എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ അദ്ദേഹത്തിൻ്റെ സ്പേസിൽ ഒരിടത്ത് പോലും അദ്ദേഹത്തിന് ഇൻ്റർഫെയർ ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹത്തിന് വോട്ടുകളും അദ്ദേഹത്തിന് ഒരു ചലഞ്ചറായിട്ട് കൊണ്ടുവരണമെങ്കിൽ നേരത്തെയുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ട് തന്നെയാണ് ചലഞ്ചറായിട്ട്. അപ്പോൾ അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഞാനുമായിട്ട് ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നു ഞാനൊരു ഗെയിമറല്ല, ഒരു ചലഞ്ചറായിട്ടാണ് കയറിയത്. ഞങ്ങൾ തമ്മിലുള്ള മത്സരമല്ല അവിടെ വേണ്ടത്. മത്സരാർത്ഥികളെ തമ്മിൽ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ തമ്മിൽ മത്സരിപ്പിക്കുകയാണ് വേണ്ടത്. ആ പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പല സമയത്തും ഞാനൊരു പക്ഷേ റിയാസ് പറയുന്നത് വ്യക്തിയുമായിട്ട് ചിലപ്പോൾ എനിക്ക് വാക്ക് തർക്കങ്ങൾ, ഞാനൊരു ഗെയിമറായിരുന്നു, വാക്ക് തർക്കം ഉണ്ടായേക്കാം. പക്ഷേ ഇത് ഞാനൊരു ചലഞ്ചറായിട്ടാണ് പോയത്. പിന്നെ ഞാൻ അദ്ദേഹത്തെ ഒരു കുഞ്ഞനിയനെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരിക്കലും ഒരു കോമ്പറ്റീറ്റർ അങ്ങനെയുള്ള എൻ്റെ ചിന്തകളിൽ പോലും ഇല്ല. അതൊരു കുഞ്ഞനിയൻ എന്നുള്ളതിലുപരി നല്ലൊരു ക്യൂട്ടൊരു പയ്യൻ, നല്ലൊരു കാണാനൊക്കെ നല്ല രസമുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു അനിയൻ കുഞ്ഞ്. അതിലുപരി എനിക്ക് അപ്പോൾ വേറൊരു സംഭവത്തിലേക്ക് അദ്ദേഹത്തെ കാണാനും ഇഷ്ടമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസിലേക്ക് നമ്മൾ ചെന്ന് ഓവർടേക്ക് ചെയ്ത് അദ്ദേഹം ഗെയിം ചേഞ്ചറായിട്ട് വന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ എൻ്റെ ഭാഗത്തൂടെ ഞാൻ പതിയെ നടന്നുപോയി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ അങ്ങേ ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു പേരാണ് DFK, ഡേഞ്ചറസ് ഫിറോസ് ഖാൻ. ആ ഒരു പേര് രജിസ്റ്റർ ആയ പേരാണ്, ഇപ്പോഴും സ്നേഹത്തോടെ ആരാധകർ വിളിക്കുന്ന ഒരു പേരാണ്. DFK എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും അറിയാം അത് ഫിറോസ് ഖാൻ ആണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? DFK എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നൊരു പേരാണ്. കാരണം അതിനകത്ത് മറ്റൊരു സാധനം കൂടെ D ഫോർ ഡേഞ്ചറസ്. ഞാൻ ആദ്യം ചെയ്ത എൻ്റെ ഒരു വഴിത്തിരിവായ പ്രോഗ്രാമാണ് ഡേഞ്ചറസ് ബോയ്സ്, അതിൻ്റെയാണ് ആ D. പിന്നെ ആ പ്രോഗ്രാമിൽ നിന്നത് ഒരു ഡേഞ്ചറസ് ആയതുകൊണ്ട് അങ്ങനെ D. ഫിറോസ് ഖാൻ FK, ഫിറോസ് ഖാൻ്റെ സംഭവം അത് എനിക്ക് വളരെ, അത് പറയുമ്പോൾ സുഖം. DFK നല്ല രസമുണ്ട് കേൾക്കാൻ. ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ DFK എന്നാക്കിയിരിക്കുന്നത്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പേരാണ്. ആ പേരുകളിട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പൊ നമ്മളിവിടെ ഒരാളെ കൂടി മിസ് ചെയ്യുന്നുണ്ട്, സജിനിത്ത. എന്തുകൊണ്ടാണ് ഇവിടെ എത്താത്തത്? എവിടെ പോയി? അല്ല, സജിന ഞാനിപ്പം ഇവിടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വന്ന് നിൽക്കുകയാണ്. സജിന ഇനിയിപ്പോൾ പിള്ളേരുടെ സ്കൂൾ തുറപ്പും കാര്യങ്ങളും അവരുടെ ബുക്ക് മേടിച്ചിട്ടുണ്ട്, അതിന് കവർ അതിൻ്റെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് സജിന ഇപ്പം വീട്ടിലാണ് കുട്ടികളുമൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു ഓട്ടത്തിലായതുകൊണ്ട് പിള്ളേരുടെ സ്കൂൾ തുറപ്പൊക്കെ ആയതുകൊണ്ടാണ് ഈ രണ്ടുപേരും രണ്ട് ദിക്കിലായിട്ട് നിൽക്കുന്നത്. ഓക്കെ. ഫിറോസിക്ക ബിഗ് ബോസിൽ വന്നതിന് ശേഷം സജിനത്തെ അതുപോലെ തന്നെ മക്കളൊക്കെ എന്താ പറയുന്നത്? അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കേട്ടില്ലേ, നല്ല ഈ പോളിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. ഫസ്റ്റ് നമ്മളാണ് നിൽക്കുന്നത്. ഒരുപാട് തഗ്ഗുകൾ പറഞ്ഞു എന്നും പല തഗ്ഗുകളും അവർ മോനൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു.
പിന്നെ അവർക്കെല്ലാം വളരെ സന്തോഷമാണ്. എല്ലാവർക്കും ഒരു പേടിയായിരുന്നു ഞാൻ ചെന്ന് അടി ഉണ്ടാക്കുമെന്ന്. പക്ഷേ ഒരിക്കലും ഞാൻ അതിനെല്ലാം ഞാൻ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അടിക്കടിക്കെല്ലാം പോകുന്നത്. ഞാൻ ഗെയിമറല്ല. പക്ഷേ ഗെയിമറാണെങ്കിൽ അങ്ങോട്ട് വാക്തർക്കങ്ങളും നമ്മുടെ ഇതിനോട് വരുമ്പം അടിയിടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരിക്കലും അതിനല്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പോയത്. അവർക്കെല്ലാം വളരെ സന്തോഷമാണ്. ചലഞ്ചറായിട്ട് വന്നപ്പോൾ സജനത്തെയും കൂടെ ഉണ്ടാവും എന്നൊക്കെ ചില പ്രേക്ഷകരൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? അത് ഫിറോസിക്ക മാത്രമായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്? രണ്ടുപേരെ വിളിച്ച് ഉറപ്പായിട്ട് ഞാൻ അവളെ അവിടെ കൊണ്ടുപോകത്തില്ല. രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, എനിക്ക് അവളെ അവിടെ കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ അത്രയും 4 ദിവസം കൂടെ കിട്ടി അത്രയും സന്തോഷം. പിന്നെ പേയ്മെൻറ്റ് ഞങ്ങൾക്ക് ഇരട്ടിയാവും, അതും വേറൊരു സന്തോഷം. അങ്ങനെ വിളിച്ചാൽ പിന്നെ അങ്ങനെ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കത്തില്ല. ഇതിപ്പം എന്നെ മാത്രമാണ് അവർ വിളിച്ചത്. ഇപ്പം എന്നിൽ നിന്നുള്ള ഗെയിമാണ് അവർക്ക് വേണ്ടതെന്ന് വിചാരിച്ചു കാണുമായിരിക്കും. നമ്മളിപ്പോൾ ഓൾ സീസൺ എടുത്ത് നോക്കിയാലും ഇപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നുണ്ട് ലാലേട്ടൻ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്നത് ഈ സീസണിലാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഫിറോസിക്ക് എന്താണ് പറയാനുള്ളത്? കാരണം ഫിറോസിക്ക ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്തൊക്കെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. കാരണം ആ ഫിറോസിക്ക പുറത്താവുന്ന ഒരു സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായമാണ് അദ്ദേഹത്തിന് കുറച്ച് കൂടിപ്പോയി, അത് അങ്ങേക്ക് പറയാനൊരു അവസരം നൽകിയില്ലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നീട് അദ്ദേഹവുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലാണ്. തീർച്ചയായിട്ടും ചാനലുമായിട്ട് നല്ല ബന്ധമാണ്. ലാലേട്ടനുമായിട്ടും ഈ ചാനലുമായിട്ടൊക്കെ ഉള്ള നല്ല ബന്ധം കൊണ്ടാണല്ലോ ഇപ്പോഴും വീണ്ടും വിളിച്ചത്. ഇല്ലേ നമ്മളെ വിളിക്കത്തില്ലല്ലോ. അപ്പോൾ നല്ലൊരു വർക്ക് അല്ലെങ്കിൽ നല്ല നമ്മുടെ ഔട്ട്പുട്ട് കൊടുക്കുന്നതിനകത്ത് പെടുന്നതാണ് ഈ നല്ല സഹകരണങ്ങൾ. ഇതെല്ലാം കൂടെ വന്നാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ കണക്ക് ലാലേട്ടൻ അതിനുശേഷവും ബർത്ത്ഡേ വിഷസിന് അയക്കുകയും അതിൻ്റെ തിരിച്ചുള്ള റിപ്ലൈ തരികയും ഒക്കെ ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ ഒരു റിലേഷനുണ്ട്. എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ 22 വിളിച്ചുകൊണ്ടിരിക്കുന്നതല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മുടെ നമ്പറുകൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ബർത്ത്ഡേ വിശേഷങ്ങൾ വരുമ്പോൾ നമ്മൾ അയക്കുക, അതിനുള്ള റിപ്ലൈകൾ തരും. ഗുഡ് മോർണിംഗ് അയക്കുക, ഇങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ. കാരണം പുള്ളിയും വലിയ തിരക്കുള്ള മനുഷ്യനാണ്, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആളല്ല. അപ്പോൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ്. അപ്പോൾ വളരെ നമ്മളെ ഞാൻ അറിഞ്ഞിരുന്നത് നമ്മളെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ലാലേട്ടൻ. ഇത് ലാലേട്ടൻ്റെ കയ്യിലല്ലല്ലോ അവിടെ ഔട്ടാക്കുന്ന. അതെ. പിന്നെ ഈ പറഞ്ഞതുപോലെ അന്ന് നമുക്ക് സംസാരിക്കാൻ ഒരവസരം തന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ അതിന് ഔട്ടാവില്ല എന്നുള്ളതാണ് വേറെ സംഭവം. അത് അവർക്കും അറിയാം. എനിക്ക് വാതുറക്കാനൊരു അവസരം തന്നിരുന്നെങ്കിൽ അതിനെ പറഞ്ഞ് രീതിയാക്കി അവിടെ എനിക്ക് ഇരിക്കാനറിയാം. എനിക്ക് ആ വാതുറക്കാനുള്ള അവസരം തരാത്തതാണ് അവരുടെ ഗെയിം ഇതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റമല്ലത്. ഫിറോസിക്ക് ഇപ്പോൾ സീസൺ 5 ചലഞ്ചറായി വന്നതിന് ശേഷം പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഞങ്ങൾക്ക് ഫിറോസിക്ക അതിൽ വൈൽഡ് കാർഡായി തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യണം ഷോ കഴിയുന്നിടം വരെ, അത്തരത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഫിറോസിക്ക പുറത്ത് വന്ന് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? പുറത്ത് വന്നതിന് ശേഷം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ കണക്ക് വൈൽഡ് കാർഡായിട്ട് തുടരുന്നത്. പക്ഷേ ഒരിക്കലും എനിക്ക് ഈ അവസാന നിമിഷം പോയിട്ട് വൈൽഡ് കാർഡായിട്ട് തുടരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ഈ അവസാനം 30 ദിവസം നിന്നിട്ട് എന്താണ്? അപ്പം ഇനിയൊരു സീസൺ ഉണ്ടെങ്കിൽ ആദ്യം മുതലേ വരണം എന്നുള്ളതാണ്. പക്ഷേ അത്രത്തോളം പ്രേക്ഷകർ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നല്ല എൻ്റെ അർത്ഥം. ഉറപ്പായിട്ട് അത് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രേക്ഷകർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ എനിക്ക് കൂടുതൽ സമയം കിട്ടുമ്പോൾ കൂടുതൽ സാധനം കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു അൾട്ടിമേറ്റ് വരുവാണെങ്കിൽ ആദ്യം മുതലേ ഉണ്ടാവണം. ഇനി മറ്റൊരു സീസൺ വരുവാണെങ്കിൽ വൈൽഡ് കാർഡ് ആണെങ്കിൽ പോലും ഒരു മാസത്തിനുള്ളിൽ തന്നെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് സമയം കൂടെ കിട്ടും. ഫിറോസിക്ക ബിഗ് ബോസിലെ ഫുഡിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ബിഗ് ബോസിലെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഫുഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഷിജു എന്ന് പറഞ്ഞൊരു വ്യക്തി വളരെ കൈപ്പുണ്യമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹമായിരുന്നു കിച്ചൺ ക്യാപ്റ്റൻ. അദ്ദേഹത്തിൻ്റെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഭക്ഷണ വിളമ്പലുകൾ എന്താണ് നമ്മുടെ മനസ്സിന് കൂടി ഒരു കുളിർമ നൽകുന്നത്, നല്ല രുചിയുള്ളതും മണമുള്ളതുമായ ഭക്ഷണങ്ങളായിരുന്നു. നല്ല ഫുഡായിരുന്നു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഫിറോസിക്ക ഫിനാലെ ഡേയിൽ ഫിറോസിക്ക ആ ഒരു സ്റ്റേജിൽ ഉണ്ടാവണം എന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഫിറോസിക്ക ഫിനാലെ ഡേയിൽ അവിടെ ഉണ്ടാകുമോ? തീർച്ചയായും എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എക്സ്പെഷ്യലി ഈ ഒരു സീസണിൽ ഫിനാലയിൽ ഉണ്ടാകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സുഹൃത്തുക്കളെ വീണ്ടും അങ്ങനെ ഒരു വേദിയിൽ കാണുമ്പോൾ, കാരണം അവരും ഗെയിമറല്ലാതെ വളരെ നാച്ചുറലായിട്ടുള്ള അവരുടെ പെരുമാറ്റങ്ങളും ഞാനും ചലഞ്ചറും അല്ല ഒന്നുമല്ല. അപ്പോൾ ആ ഒരു സൗഹൃദത്തിനെ ഊട്ടിയുറപ്പിക്കാൻ പറ്റും. 2 പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നവരും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഇഷ്ടമാണ് ഞാൻ ആ ഫിനാലേക്ക് വരാൻ. അപ്പോൾ അവർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും അതൊരു സന്തോഷമുള്ള നിമിഷങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ ഇഷ്ടമുണ്ടാവും. ഇതിലെല്ലാം ഒരു 3ാമത്തെ മെയിൻ തിങ്, അവിടെ പോകാനായിട്ടുള്ള മെയിൻ ഇഷ്ടം അത്യാവശ്യം ഇച്ചിരി കാശ് കിട്ടും. ആ കാശ് എനിക്കിപ്പോൾ വളരെ പ്രയോജനപ്പെടുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇത് 3 കൂടെ കൂട്ടിക്കൊടുക്കുമ്പോൾ ഏതെങ്കിലും ആൾക്കാർ പറയും ഞാൻ പോയില്ലല്ലോ എന്തിൻ്റെയും പേരിലും. ഒന്നുമില്ല, എന്നെ വിളിച്ചാൽ വളരെ സന്തോഷത്തോടെ ഞാൻ പോകും. എനിക്കത് കാണാൻ വളരെ ഇഷ്ടവുമാണ്. വിളിച്ചാൽ പോകും. ദാറ്റ്സ് ഓൾ. ഫിറോസിക്ക് ഇപ്പം സീസൺ 5 ഒരു ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ ആരുടെ പേരായിരിക്കും പറയുക? അങ്ങനെ ഞാൻ ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ
ശരിയാവില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ അകത്ത് പോവുകയും നമ്മൾ ക്ലോസ് ആയിട്ട് കാര്യങ്ങൾ വാച്ച് ചെയ്യുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ചില മത്സരാർത്ഥികൾ ഉണ്ടാകാം. പക്ഷെ നമ്മളെപ്പോലെ ഒരു ചലഞ്ചർ പോയിട്ട് വന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ വോട്ട് പോകാൻ കാരണമായേക്കാം. കാരണം നമ്മൾ ക്ലോസ് വാച്ച് ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ അതിപ്പോൾ പറയുന്നത് ശരിയല്ല, അത് മറ്റ് മത്സരാർത്ഥികൾക്ക് കൂടി ബാധിക്കും. അപ്പോൾ എല്ലാവരും മത്സരിക്കട്ടെ, അവസാനം മാറിയും തിരിഞ്ഞും കാര്യങ്ങൾ വരും. അപ്പോൾ എൻ്റെ ആ ഒരു കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പേഴ്സണലായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഈ ഷോയ്ക്ക് ഒട്ടും ആപ്റ്റ് അല്ലാത്ത മത്സരാർത്ഥികൾ അതിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാത്തവർക്ക് ഞാൻ അവിടെ കയറുമ്പോൾ തന്നെ കൊട്ടു കൊടുത്തിട്ടാണല്ലോ കയറിയത്. അപ്പം ഞാൻ പറഞ്ഞില്ല, അവിടെ ഓരോ വ്യക്തികളുടെയും പേരെടുത്ത് പറയുന്നില്ല. ഓരോ വ്യക്തികളുടെ പേരെടുത്ത് പറയുന്നില്ല. അവിടെ ഓരോ ഈ പറഞ്ഞ കണക്ക് ഞാൻ ഓരോ കൊട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അവരൊന്നും അതിൽ ആപ്റ്റല്ല. ഈ പറഞ്ഞ കണക്ക് അവരൊക്കെ നല്ല വ്യക്തികളാണ്. പേഴ്സണലി നമുക്ക് ഇത് കഴിഞ്ഞാലും എനിക്ക് ഒരുപക്ഷെ സൗഹൃദങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്നത്, ഞങ്ങൾക്ക് സൗഹൃദം സൂക്ഷിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളാണ്. പക്ഷെ അവരൊന്നും നല്ല ഗെയിമേഴ്സ് അല്ല. അവിടെ നിന്ന് കയറാൻ പോലും യോഗ്യതയുള്ള ഇല്ലാത്ത ആൾക്കാരാണ് അവർ. ഓക്കെ. ഫിറോസിക്ക, എന്തായാലും വളരെ നന്ദി. ഈ ഒരു തിരക്കുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ അനുവദിച്ചതിൽ ഫിറോസിക്കയ്ക്ക് അങ്ങയുടെ ആരാധകരോട് എന്താണ് പറയാനുള്ളത്? ഇത്രയേ ഉള്ളൂ. എൻ്റെ ആരാധകരായിട്ട്, ബിഗ് ബോസിൻ്റെ ടോട്ടൽ ആരാധകരായിട്ട് ആയിക്കോട്ടെ, ഞാൻ പറയാനുള്ളത്, ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഒരു ഗെയിമാണ് അവിടെ നടക്കുന്നത്. അതൊരിക്കലും ഒരാളുടെ ജീവിതത്തിൽ അയാൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അത് നിങ്ങൾ അങ്ങനെ ആദ്യം മനസ്സിലാക്കുക. ഒരു ഗെയിമാണ്. അതേ കണക്ക് ഈ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ അതേ ഗെയിം കളിച്ചിട്ട് അതിൻ്റെ ഒരു വിജയത്തോടെ ഇറങ്ങി വന്നിട്ട് ജീവിതത്തിലും ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് അമ്പേ പരാജയപ്പെടും. മനസ്സിലാക്കുക. കാരണം നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ് ബാക്കിയുള്ളവർ എന്നെപ്പോഴും മനസ്സിലാക്കുക. അങ്ങനെ ജീവിതത്തിലോട്ട് വന്നിട്ട് ബിഗ് ബോസ് കളിക്കാൻ ശ്രമിക്കരുത്. അത് ഒരു കാരണവശാലും നല്ലൊരു അങ്ങനെ കഴിഞ്ഞ സീസണിലൊക്കെ ഉള്ളവർ കളിച്ചതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. അതൊരു ഏറ്റവും മണ്ടത്തരമായ ഒരു ഡിസിഷനാണ്. അവിടെ ഒരു ഗെയിം ചെയ്ത് അത് കഴിഞ്ഞ് ഇറങ്ങുക, പറ്റുമെങ്കിൽ ആൾക്കാരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവുക. ഇതല്ലാതെ വേറൊരു രീതിയിൽ എനിക്കൊരു ഉപദേശമല്ല, ഇത് നമ്മുടെ ഒരു കാഴ്ചപ്പാടും ഇവിടെ വരുന്ന അനുഭവങ്ങൾ വെച്ചും പറയുന്നൊരു കാര്യമാണ്. പിന്നെ എല്ലാ ജനങ്ങളും ആ ഒരു സ്പിരിറ്റോടുകൂടി തന്നെ എടുക്കുക. നല്ലത് തന്നെയാണ് പരസ്പരം ആർമികൾ ഉണ്ടാകുന്നതും പരസ്പരം മത്സരിക്കുന്നതും. അതൊക്കെ ഒരു രസമാണ്. അത് കൂടെ ചേരുമ്പോഴാണ് ഒരു ഉത്സവമാകുന്നത്. ആ ഉത്സവം വളരെ ആരോഗ്യപരമായിട്ട്, മറ്റൊരാളെ വേദനിപ്പിക്കാത്ത രീതിയിൽ, അത് നമ്മുടെ ക്വാളിറ്റിയാണ് ഇല്ലായ്മ. മറ്റൊരാളെ മാനസികമായിട്ട് മുറിവേൽപ്പിക്കുകയും വാക്കുകൾ കൊണ്ട് തെറിവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ക്വാളിറ്റിയും നമ്മൾ ഞാൻ പലരും എൻ്റെ ഫാൻസിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും എൻ്റെ ഫാൻസ് വേറൊരാളെ കയറി തെറി വിളിച്ചാൽ അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു ആരാധകനാണ് എനിക്കുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ആരാധകനല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ബാക്കിയുള്ളവരുടെ ആരാധകരോടും അങ്ങനെ അല്ലെങ്കിൽ ഫാൻസിനോടോ ആ ഒരു നിലപാടെടുക്കണം. കാരണം വേറൊരാളെ മാനസികമായി വേദനിപ്പിക്കാൻ ഏത് തരത്തിൽ വാക്കുകൾ ഉപയോഗിക്കാനും തെറി വാക്കുകൾ ഉപയോഗിക്കാനും വീട്ടിലിരിക്കുന്നവർ പറയാനും ഉപയോഗിക്കുന്ന കുറേ ടോക്സിക് ആയിട്ടുള്ള ഫാൻസിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ആരാധകരായിരിക്കും അത്. പക്ഷേ എനിക്ക് അത്തരം ഒരു ആരാധകരെ അല്ലെ ഫാൻസിനെയോ എൻ്റെ കൂട്ടത്തിലുണ്ടാവരുത്. അതുകൊണ്ട് ഇത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാൻ. എനിവേ, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ജീവിതത്തിൽ ഒരുപാട് കടമ്പകൾ ഇനി മുന്നോട്ട് നീങ്ങാനുണ്ട്. പിന്നെ കലയിലുമുണ്ട്. അത്യാവശ്യം ഈ പ്രതികരണ ശേഷി ഉണ്ടായതുകൊണ്ട് എൻ്റെ ലൈഫിലും കുറേ പ്രശ്നങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കടക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ നാക്ക് എവിടെയെങ്കിലും കാണുമ്പോൾ ചിലപ്പോൾ സംസാരിച്ച് പോകും. പിന്നെന്താ വരുന്നതെന്നുള്ളത് ചിന്തിക്കാറില്ലെന്ന് പറഞ്ഞാൽ ശരിയുടെ കൂടെ നിൽക്കുന്നുണ്ടാണ്. തെറ്റാണെങ്കിൽ ചിന്തിച്ചിട്ടേ വരും. ശരിയുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് വന്നാലും സഹിക്കുക എന്നൊരു രീതിയിലാണ്. അപ്പോൾ ഇനിയും നിങ്ങളൊക്കെ ശരിയുടെ ഭാഗത്ത് നിൽക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒപ്പം അവിടെ നിൽക്കുന്ന നല്ല ഗെയിമറിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുക, നല്ല ഗെയിമറിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.